അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തെന്ന് പറഞ്ഞുതരാം. ഇത് 2030 ഒരു ആംപ്ലിഫയർ എങ്ങനെയാണ് നമുക്കൊരു ഹൈഫൈ ആംപ്ലിഫയർ ആയിട്ട് കൺവെർട്ട് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണത്. സാധാരണ നമ്മൾ 2030 നമ്മൾ ബാസ്റ്റർ ബോർഡോ ഒന്നും കണക്ട് ചെയ്യാതെ ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും കൊടുത്തിട്ട് അതിനെ ഹൈഫൈ ആക്കുന്ന ഒരു രീതിയാണ് ഇന്ന് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് മനസ്സിലാവും, ഇതൊരു ഹൈ ഫ്രീക്വൻസി. സർക്യൂട്ടിലോട്ട് പോകാം. അതിനായിട്ട് 2030 ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു സർക്യൂട്ടാണ്. ഇതൊരു സിംഗിൾ ചാനൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ പോലെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഔട്ട് ഇത്തിരി കൂടുതലുണ്ടെന്നുള്ളൊരു 20 വാട്ട്. ആദ്യമായിട്ട് സ്പീക്കർ സൈഡിൽ നമ്മൾ വരുത്തേണ്ട മാറ്റം എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് റെസിസ്റ്റർ 1/2 വാട്ട് 10 ohms 22 NF ആണ്. സ്പീക്കർ ലൈൻ ഓക്കെയാണ്, പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം അത് തന്നെയാണ്, സ്പീക്കർ ഔട്ടും എല്ലാം ഓക്കെയാണ്. ഫീഡ്ബാക്കിൽ നമ്മൾ 22K എന്നുള്ളത് 33K ആക്കണം, എങ്കിൽ മാത്രമേ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇൻപുട്ടിലും അതുപോലെ തന്നെ 68 100 NF ഉപയോഗിക്കണം. 470 330 220 NF ഒക്കെ കൊടുക്കാം. ഇത്തിരി വെയിറ്റ് ഓരോ NF-നനുസരിച്ച് ഇവിടെ സെൻസ് ചെയ്യും. ഒരുപാട് പേരുടെ ചോദിച്ചിട്ടുണ്ട് NF മാറ്റുന്നതനുസരിച്ച് ബേസ് മാറത്തില്ലെന്ന്. പക്ഷേ TD 7265 അതൊരു വാദമല്ല. പക്ഷേ 2030 ഭയങ്കര സെൻസിറ്റീവാണ്, മാറ്റം ഉണ്ടാവും. ഇൻപുട്ട് ഡയറക്റ്റ് അല്ല, ഇവിടെ ഒരു 680 ohms റെസിസ്റ്റർ കൊടുക്കണം. അതിനുശേഷം സാധാ ഇൻപുട്ട് കൊടുക്കും പോലെയല്ല, ഒരു 680 PF ബൈപ്പാസ് ചെയ്യണം. അതിനുശേഷം ഇൻപുട്ടിൽ എല്ലാത്തിലും 22K ആണെങ്കിൽ ഇവിടെ 27K ആക്കണം. ഓക്കെ. ഇനി ഇവിടെ നെറ്റ്വർക്ക് സൗണ്ടിൻ്റെ സെക്ഷൻ ഇൻവെർട്ടിംഗ് സെക്ഷനിലാണ് വ്യത്യാസം വരുത്തേണ്ടത്. എല്ലാത്തിലും ഒരു 680 560 ohms റെസിസ്റ്റർ ഇട്ടിട്ട് ഒരു കപ്പാസിറ്റർ ഇട്ട് കപ്പിൾ ചെയ്താണ് കൊടുത്തിട്ടുള്ളതായിരിക്കും. പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട്. ഞാൻ ആ സ്വിച്ച് ചെയ്ത് കാണിച്ചു തന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഈ സെക്ഷനാണ്. ഇവിടെ 3K3 മുതൽ 4.7 NF വരെ കൊടുത്തിട്ടൊരു ബൈപ്പാസ് പോലെ ഒരു ഹൈ ഫ്രീക്വൻസി ഇതുവഴി നമുക്ക് കണക്ട് ചെയ്യാം. ഇത് ഫ്രീക്വൻസി ആഡ് ചെയ്യുന്നതാണ്. ഇതൊരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ആയതുകൊണ്ട് നമുക്കിതൊരു TL72 പോലെ ഇത് വർക്ക് ചെയ്യും. ബാസ് ആണെങ്കിൽ ഇവിടെ ഡയറക്റ്റ് റെസിസ്റ്റർ മാത്രം കൊടുത്തിട്ട് കഴിഞ്ഞാലും ഇത് വർക്ക് ചെയ്യും. 100 UF കൊടുത്താൽ ഇതൊരു വെയിറ്റ് ഉള്ളൊരു ആംപ്ലിഫയർ ആയിട്ട്. അതാണ് ആ സ്വിച്ച് ഓൺ ചെയ്യാത്ത കണ്ടീഷനിലുള്ളത്. അപ്പോൾ ഇതാണ് ആ സ്വിച്ച് കൊടുത്തിട്ടിരുന്നത്. ഇൻവെർട്ടർ സെക്ഷനിലാണ് ഞാനത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. നിങ്ങൾക്ക് ഓവർ HF ആണ് ആവശ്യമെങ്കിൽ, അതായത് ഇപ്പോൾ കേട്ടതുപോലെ നല്ല തുറന്നൊരു സൗണ്ടാണ് ആവശ്യമെങ്കിൽ ഈ വാല്യൂക്ക് പകരം ഇവിടെ 560 ohms 56 47 33 NF ഇതുപോലുള്ള ഒരു പോളിസ്റ്റർ ഉപയോഗിച്ചതിന് ശേഷം ഡയറക്റ്റായിട്ട് നമുക്ക് ഈ സിഗ്നലിനെ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു. പിന്നെ ഇതിൽ വീണ്ടും നിങ്ങൾക്ക് ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരുത്തണമെങ്കിൽ ഈ 33K നമുക്കൊരു ഏകദേശം ഒരു 56K വരെ കൊണ്ടുപോകാം. പക്ഷേ ICക്ക് ചെറിയ ഹീറ്റ് ഉണ്ടാകും, പക്ഷേ ഫ്രീക്വൻസി ഇത്തിരി കൂടെ കൂടും. ഈ 22 UF കപ്പാസിറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സാറ്റലൈറ്റ് ആയിട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ 10 UF ആക്കിയാൽ മതി. ഇത് രണ്ടും എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ സാധാ ഒരു സാറ്റലൈറ്റ് സ്പീക്കർ വോയിസിൽ നമുക്കിത് കേൾക്കാൻ സാധിക്കും. ഹീറ്റൊന്നും കൂടില്ല. ഇത് വാട്ട് റേറ്റ് കൂടുതലായിരിക്കും. 2030 പവർ കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ. ബാക്കി കമൻറ്റ് ചോദിക്കുക. ഇത്രയേ ഉള്ളൂ.